എല്ലാവർക്കും നമസ്കാരം. അല്ലയോ അർജുന, യോഗബുദ്ധി നേടിയ ജ്ഞാനികൾ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ഉപേക്ഷിച്ചിട്ട് ജന്മബന്ധത്തിൽ നിന്നും മുക്തരായി മോക്ഷപദത്തെ പ്രാപിക്കുന്നു. എപ്പോൾ നിന്റെ ബുദ്ധി മോഹമാകുന്ന മാലിന്യം തരണം ചെയ്യുന്നുവോ അപ്പോൾ കേൾക്കേണ്ടതിലും കേട്ടതിലും വിരക്തനാകും. വൈദിക കർമ്മ സിദ്ധാന്തങ്ങൾ കേട്ട് മടുത്ത നിന്റെ ബുദ്ധി എപ്പോഴാണ് സമാധിയിൽ, അതായത് പരമാത്മ സ്വരൂപത്തിൽ ഇളകാതെ അടിയുറച്ചു നിൽക്കുന്നത്, അപ്പോൾ നീ യോഗാവസ്ഥയെ പ്രാപിക്കും. അതായത് പൂർണ്ണ സമാധി കൈവരിച്ചു കഴിഞ്ഞാൽ, പരമാത്മാവിനെയും ഭഗവാനെയും അറിഞ്ഞു കഴിഞ്ഞാൽ താൻ നിത്യ കൃഷ്ണഭക്തനാണെന്നും കൃഷ്ണാവബോധപൂർവം കർമ്മങ്ങൾ ചെയ്യുക അതാണ് തൻ്റെ കടമയെന്നും തിരിച്ചറിയും. അങ്ങനെ വരുമ്പോൾ കൃഷ്ണൻ്റെ അഥവാ അവിടുത്തെ പ്രതിനിധിയായ ആത്മീയ ഗുരുവിൻ്റെ ആജ്ഞകൾ അനുസരിക്കുകയേ ഭക്തർ ചെയ്യുകയുള്ളൂ. മലയാള പരിഭാഷ. ചെയ്തിടേണ്ട കർമ്മവും കഴിഞ്ഞതിൽ ഫലത്തിനെ ത്യജിച്ചിടുന്ന യോഗി മുക്തനായിടുന്നതുണ്ടടോ. തൻ്റെ ജന്മബന്ധനത്തിൽ നിന്നു വേർപിരിഞ്ഞ വന്നു ലഭ്യമായിടുന്നതുണ്ട് മോക്ഷമായതെന്നെയും. മോഹമായിടുന്ന നിന്റെ കാടുകൾ കടന്നു നിന്റെ ബുദ്ധിയാത്ര ചെയ്തിടുമ്പോൾ എത്തിടുന്നതുണ്ടു നീ. എന്തു തന്നെ കേട്ടിടട്ടെ, കേട്ടതൊക്കെ എന്തുമാട്ടെ, ആയതാം വിരക്തിഭാവം എത്തിടുന്നതുണ്ടടോ. കാമ്യകർമ്മമായിടുന്ന വേദസൂക്തി കേട്ടു നിന്റെ ബുദ്ധി കെട്ടുപോയിടാതുറച്ചു നിന്നു കൊള്ളുക. ആയതാം സമാധിയാം അവസ്ഥ കൈവരിക്കലോ ലഭിച്ചിടുന്നതുണ്ടടോ നിനക്കു ദിവ്യബോധവും. എല്ലാവരെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ സദാ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.